ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഹൈഡ്രോളിക്സ്. നമ്മൾ കഴിഞ്ഞ ഒരു ചെറിയ സെഷനിൽ നമ്മൾ എന്താണ് ഹൈഡ്രോളിക്സ് എന്ന സബ്ജക്റ്റ് എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഹൈഡ്രോളിക്സ് എന്താണ്, നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രോളിക്സ് എന്ന സബ്ജക്ട് പഠിക്കുന്നതുകൊണ്ട് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ ചെറിയൊരു ബ്രേക്ക് ആയി, അതിനുശേഷം വീണ്ടും നമ്മൾ ഹൈഡ്രോളിക്സ് എന്ന കോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യാണ്. സോ ഹൈഡ്രോളിക്സ് നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു നമ്മുടെ മെക്കാനിക്സ്. നമ്മൾ പഠിച്ചതുപോലെ മെക്കാനിക്സിൽ സോളിഡ്സും ഉണ്ട്, ഫ്ലൂയിഡ്സും ഉണ്ട്. ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്യാസും വാട്ടറും വരും, അല്ലെ? എയറും വാട്ടറും, അല്ലെങ്കിൽ എയറും ലിക്വിഡും വരും. അതിൽ വാട്ടറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന മെക്കാനിക്സിന്റെ ബ്രാഞ്ചാണ് ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞത്. സോ വാട്ടറിൽ ഫോഴ്സ് സപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിഫോർമേഷൻ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഹൈഡ്രോളിക്സ് എന്ന സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആപ്ലിക്കേഷൻ ഒക്കെ എവിടെയാ വരിക എന്നൊക്കെ നമ്മൾ കണ്ടു. സോ ഇന്ന് നമ്മൾ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഹൈഡ്രോളിക്സ് മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിക്വിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ലാസ്റ്റ് സ്ലൈഡ് നമ്മൾ അവസാനിപ്പിച്ചത് ഇവിടെയായിരുന്നു. മൊഡ്യൂൾ 1 കണ്ടന്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. മൊഡ്യൂൾ 1 ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്: പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്, ലിക്വിഡ് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്, ബെർണൌളിസ് പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 1 കവർ ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും ആദ്യത്തെ പോർഷൻ, നമുക്കറിയാം ഏതൊരു കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് മുൻപും അതിനെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊരു സബ്ജക്ട് പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് എവിടെ വെച്ചായിരുന്നു? ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഫോഴ്സ് ആണ് മെക്കാനിക്സിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞത്. അതുപോലെ നമ്മൾ ഹൈഡ്രോളിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി ഫോഴ്സിനെ കുറിച്ചല്ല പറയുക. ഫോഴ്സ് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ നമ്മൾ പഠിക്കാൻ പോകുന്ന ആ പെർട്ടിക്കുലർ മീഡിയം, അതായത് ലിക്വിഡ്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. സോ ലിക്വിഡിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു 10 പ്രോപ്പർട്ടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ 10 പ്രോപ്പർട്ടി എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു കണ്ടന്റ് ഇച്ചിരി ലെങ്തി ആണ്. അപ്പൊ നിങ്ങൾ ഒരിരിപ്പിൽ കേട്ടാൽ ചിലപ്പോൾ മൊത്തത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരിരിപ്പിൽ നിങ്ങളുടെ മെമ്മറിയിൽ മൊത്തത്തിൽ ഇരിക്കണം എന്നില്ല. സോ 2-3 പാർട്ടായിട്ട് നിങ്ങൾ കേട്ടാൽ മതി. അതിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So we'll be starting with the first property. The first property is density or mass density. It is represented by rho. Okay, we're going to discuss about density. നിങ്ങളുടെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ നിങ്ങൾ കോളേജിലൊക്കെ വെള്ളം കൊണ്ടുവരുന്ന 1 ലിറ്ററിന്റെ ഒരു കുപ്പി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ കുപ്പിയിൽ നിങ്ങൾ വെള്ളം നിറയ്ക്കുന്നു. ഓക്കെ, ആ കുപ്പിയിൽ നിങ്ങൾ കുടിക്കാനുള്ള വെള്ളം നിറയ്ക്കുന്നു. എന്നിട്ട് അതിന്റെ വെയിറ്റ് എടുക്കുന്നു. അതിനുശേഷം ആ വെള്ളം കളഞ്ഞിട്ട് അതിൽ കുറച്ച് മണൽ നിറയ്ക്കുന്നു, അതിന്റെ വെയിറ്റ് എടുക്കുന്നു. ഒരേ കുപ്പിയാണ്. ആ കുപ്പിയിൽ നിങ്ങൾ വെള്ളം നിറച്ചു, വെയിറ്റ് എടുത്തു, മണൽ നിറച്ചു, വെയിറ്റ് എടുത്തു. രണ്ടിന്റെയും വെയിറ്റ് സെയിം ആയിരിക്കത്തില്ല. പക്ഷെ നമ്മൾ ഒരേ മെറ്റീരിയലിൽ അല്ലെങ്കിൽ ഒരേ കണ്ടെയ്നറിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ 2 മെറ്റീരിയൽസും നിറച്ചത്. അപ്പം അതിൽ നിറയാനുള്ള സ്ഥലം സെയിം ആണ്, അല്ലെ? പക്ഷെ വെയിറ്റിൽ എന്തോ ഡിഫറൻസ് വന്നു. ആ ഡിഫറൻസ് വരാനുള്ള കാരണം അതാണ് ഡെൻസിറ്റി എന്ന് നമ്മൾ പറയുന്നു. നമുക്കിവിടെ ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. നിങ്ങൾ നോക്കുക, നമ്മൾ ഈ പറഞ്ഞ കുപ്പിയാണ് ഈ 2 ക്യൂബ്സ് എന്ന് വിചാരിക്കാം. കുപ്പിയാണ് ഈ 2 ക്യൂബ്സ് എന്ന് വിചാരിക്കാം. സോ എല്ലാ മെറ്റീരിയലിനും മോളിക്യൂൾസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും ബേസിക്സ് ആയിട്ട് ആറ്റം, മോളിക്യൂൾ, അങ്ങനത്തെ ഘടനയൊക്കെ പഠിച്ചിട്ടുണ്ട്. എവറി മെറ്റീരിയൽ ഈസ് കമ്പോസ്ഡ് ഓഫ് മോളിക്യൂൾസ് ഓർ സ്മോൾ പാർട്ടിക്കിൾസ്. So it is based on the arrangement of that particles that fills this particular container that we are using. So ആ പാർട്ടിക്കിൾസിന് ഏത് രീതിയിലാണ് ആ പാർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്താണ് ആ ഒരു കണ്ടെയ്നർ അത് ഫില്ല് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് 2 ഫിഗർ കാണാം. ഇവിടെ 2 ക്യൂബ്സ് ഉണ്ട്. ഒന്നാമത്തെ ക്യൂബിൽ ഒരു മെറ്റീരിയൽ ആണ്, രണ്ടാമത്തെ ക്യൂബിൽ വേറൊരു മെറ്റീരിയൽ ആണ്. ഇതിൽ രണ്ടിന്റെയും കണ്ടെയ്നറിന്റെ സൈസ് സെയിം ആണ്. പക്ഷെ നോക്കിക്കേ, ഈ ഒന്നാമത്തെ കണ്ടെയ്നറിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന മോളിക്യൂൾസ് കുറച്ച് ഡിസോർഡേർഡ് ആണ്, കുറച്ച് അകലത്തിലാണ്. അതുകൊണ്ട് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ആ മെറ്റീരിയലിന്റെ അളവ് കുറവായിരിക്കും. സോ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വെയിറ്റ് കുറവായിരിക്കും. രണ്ടാമത്തെ കേസിൽ വരാം. രണ്ടാമത്തെ കേസിൽ പാർട്ടിക്കിൾസ് കുറച്ചുകൂടി ക്ലോസ് സ്പേസ്ഡ് ആണ്. അപ്പോൾ കൂടുതൽ മോളിക്യൂൾസിനെ ആ പാർട്ടിക്കിളിൽ കൂടുതൽ മോളിക്യൂൾസിനെ അക്കോമഡേറ്റ് ചെയ്യും. അതായത് കൂടുതൽ മോളിക്യൂൾസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറയാന്ന് വെച്ചാൽ കൂടുതൽ ആ മെറ്റീരിയൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് അത് വെയിറ്റ് ചെയ്യുമ്പോൾ അതിന് വെയിറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, സോ ഡെൻസിറ്റിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്.
ആക്ച്വലി നമ്മളൊരു പെർട്ടിക്കുലർ വോളിയത്തിൽ നമ്മൾ പറഞ്ഞു ഒരേ കണ്ടന്റ് ആണ് എടുക്കുന്നത് അല്ലെ, ഒരേ കണ്ടെയ്നർ ആണ് എടുക്കുന്നത്, അപ്പൊ അതിന്റെ വോളിയം സെയിം ആണ്. സോ ഒരു പെർട്ടിക്കുലർ വോളിയത്തില് എത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്നതിന്റെ മെഷർമെന്റ് ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ വോളിയത്തിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്നതിന്റെ മെഷർമെന്റ് ആണ് ഡെൻസിറ്റി. സോ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞാൽ ഡെൻസിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് എ ലിക്വിഡ് ടു ഇറ്റ്സ് വോളിയം. സോ നമ്മൾ ലിക്വിഡിന്റെ കേസ് ആണ് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഇവിടെ സ്പെസിഫിക്കലി ലിക്വിഡ് മെൻഷൻ ചെയ്യുന്നത്. ഇത് ലിക്വിഡിന് മാത്രമല്ല ഏതൊരു ഏതൊരു പാർട്ടിക്കിളിലും അല്ലെങ്കിൽ ഏതൊരു മെറ്റീരിയലിനും ആപ്ലിക്കബിൾ ആണ്. സോ നമ്മൾ ലിക്വിഡ് എന്ന രീതിയിലേക്ക് കൺഫൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഡിസ്കഷൻ മുന്നോട്ട് പോകുക. സോ ഇതാണ് ഡെഫിനിഷൻ. ഡെൻസിറ്റി ഓർ മാസ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് is the ratio of the mass of the liquid to its volume. So നമ്മളൊരു ഇക്വേഷൻ രൂപത്തിൽ അത് എഴുതി കഴിഞ്ഞാൽ ഡെൻസിറ്റി റോ is equal to mass of liquid divided by volume of liquid. അതായത് ഒരു പെർട്ടിക്കുലർ വോളിയം എടുത്താൽ അതിൽ എത്ര കണ്ടന്റ് ലിക്വിഡ് ഉണ്ട്, ലിക്വിഡിന്റെ കണ്ടന്റിന്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. സോ ഒരു വോളിയം മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര മാസ് ഓഫ് ലിക്വിഡ് ഉണ്ട് എന്നതിന്റെ മെഷർമെന്റ് ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ മാസ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി കിലോഗ്രാമിലാണ് റെപ്രസെന്റ് ചെയ്യുക, വോളിയം മീറ്റർ ക്യൂബിലാണ് റെപ്രസെന്റ് ചെയ്യുക. സോ SI യൂണിറ്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ ഡെൻസിറ്റി ഇസ് നത്തിങ് ബട്ട് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ നമുക്ക് ഡെഫിനിഷൻ കിട്ടി, ഇക്വേഷൻ കിട്ടി. ഇപ്പൊ യൂണിറ്റ് വൈ SI യൂണിറ്റ് ഈസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നമ്മൾ വാട്ടറിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന് നോക്കാം. വാട്ടറിന്റെ ഡെൻസിറ്റി ഈസ് 1 gram per cc. സെന്റിമീറ്റർ ക്യൂബിന് നമ്മൾ CC എന്ന് പറയും. ഓക്കെ, സോ 1 gram per centimeter cube or 1000 kilogram per meter cube. ഇതാണ് വാട്ടറിന്റെ ഡെൻസിറ്റി. ഓക്കെ, സോ ഈ വാല്യൂസ് ഓർത്തിരിക്കുക, ഡെഫിനിഷൻ ഓർത്തിരിക്കുക, എന്താണ് ഡെൻസിറ്റി എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. സോ ഡെൻസിറ്റി ഓർ മാസ് ഡെൻസിറ്റി നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സ്പെസിഫിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡെൻസിറ്റി ആണ്. ഓക്കെ, ആദ്യത്തേത് മാസ് ഡെൻസിറ്റി ആയിരുന്നു, ഇപ്പോഴത്തെ വെയിറ്റ് ഡെൻസിറ്റി ആണ്. ഇതിന് ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് മാസ്, എന്താണ് വെയിറ്റ്. രണ്ട് ടേമും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന കാര്യമാണ്. മാസ് ആണ്, ഇതാണ് മാസ്, ഇതാണ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഒരു വോളിയത്തിൽ എത്ര മാറ്റർ ഉണ്ട് എന്നതിന്റെ മെഷറാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഏതൊരു മെറ്റീരിയലും ഈസ് മേഡ് അപ്പ് ഓഫ് സം പാർട്ടിക്കിൾസ്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചത് വാട്ട് എവർ material that is on this universe, everything is made up of some tiny particles. We call it as molecules അല്ലെ. സോ ഇങ്ങനെ എത്ര മാറ്റർ ഉണ്ട് എന്നതിന്റെ അളവാണ് മാസ്. സോ ഓർത്തിരിക്കുക, ഒരു മെറ്റീരിയലിൽ എത്ര മാസ് ഉണ്ട്, എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ട് എന്നതിന്റെ മാറ്ററുടെ അളവാണ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വെയിറ്റിലോട്ട് വന്നാൽ ഈ മാസ് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ്, അതിനെയാണ് വെയിറ്റ് എന്ന് പറയാം. നമുക്കറിയാം ന്യൂട്ടൺ പണ്ട് ഗ്രാവിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ സാധനങ്ങളും ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ട് എർത്തിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്നു. സോ മാസ് ഉള്ള, അതായത് ഈ മാറ്റർ ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തുള്ള യൂണിവേഴ്സിലുള്ള ഏതൊരു മെറ്റീരിയലിലും മാറ്റർ ഉണ്ട്. ആ മാറ്ററിന്റെ മെഷറാണ് മാസ് അല്ലെ. സോ മാസ് ഉള്ള ഏതൊരു മെറ്റീരിയലും ഗ്രാവിറ്റി കൂടെ ആക്ട് ചെയ്യപ്പെടുമ്പോൾ ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് നമുക്ക് എക്സേർട്ട് ചെയ്യുന്നുണ്ട് ഈ എർത്തിൽ. സോ ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെയിറ്റ്. സോ മാസ് എന്ന് പറഞ്ഞാൽ മാറ്ററിന്റെ അളവാണ്, ആ മാറ്റർ ഉണ്ടാക്കുന്ന ഫോഴ്സിനാണ് നമ്മൾ വെയിറ്റ് എന്ന് വിളിക്കുക. സോ ഇതാണ് രണ്ടും തമ്മിലുള്ള ബേസിക് വ്യത്യാസം. നമ്മൾ ഇന്റർചേഞ്ചബിളി രണ്ടും ഉപയോഗിക്കാറുണ്ട്. സോ മാസ് ഡെൻസിറ്റി പറഞ്ഞ പോലെ വെയിറ്റ് ഡെൻസിറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റ് മാസിന്റെ സ്ഥാനത്ത് വെയിറ്റ് മാറ്റിയിടുക, അത്രയേ ഉള്ളൂ. നമ്മൾ യൂഷ്വലി W എന്നാണ് വെയിറ്റ് ഡെൻസിറ്റി റെപ്രസെന്റ് ചെയ്യുക. So if you define weight density, it is a specific weight or weight density of a liquid or fluid. നമ്മൾ ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് is the ratio between the weight of fluid to its volume. നേരത്തെ മാസ് ഓഫ് ലിക്വിഡ് ടു വോളിയം ആയിരുന്നു, ഇവിടെ വെയിറ്റ് ഓഫ് ലിക്വിഡ് ടു ഇറ്റ്സ് വോളിയം. സോ ഇതിന്റെ ഫിസിക്കൽ മീനിങ് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഒരു പെർട്ടിക്കുലർ കൺഫൈൻഡ് വോളിയത്തിൽ എത്ര വെയിറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര വെയിറ്റ് ആണ് ലിക്വിഡിനുണ്ട് എന്നതിന്റെ മെഷർമെന്റ് ആണ് സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ വെയിറ്റ് ഡെൻസിറ്റി ഈസ് നത്തിങ് ബട്ട് വെയിറ്റ് ഓഫ് ലിക്വിഡ് ബൈ വോളിയം ഓഫ് ലിക്വിഡ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ അല്ലെ.
സോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് വെയിറ്റ് ഡെൻസിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരിക്കാം. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമ്മൾ പറഞ്ഞു 1 gram per cc അല്ലെങ്കിൽ 1000 kilogram per meter cube ആണ്. അതുപോലെ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം വെയിറ്റും മാസും തമ്മിലുള്ള റിലേഷൻ വെച്ച് തുടങ്ങാം. ഓക്കെ, സോ വാട്ട് ഈസ് വെയിറ്റ്? ഞാൻ പറഞ്ഞു നമുക്ക് മാസ് ഉണ്ടെങ്കിൽ ആ മാസ് ഗ്രാവിറ്റിയും ആയി കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത്. സോ ന്യൂട്ടൺസ് ലോ അനുസരിച്ച് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ പറയുന്നുണ്ട് എഫ് ഈസ് ഈക്വൽ ടു എം എ. അതുപോലെ ഈ മാസ് കൊണ്ടുണ്ടാകുന്ന വെയിറ്റ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എം ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ വെയിറ്റും മാസും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. വെയിറ്റ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി. ഇനി അതിനകത്തുനിന്ന് നമ്മൾ റോയും അതായത് ഡെൻസിറ്റിയും വെയിറ്റ് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ സംഭവം നമുക്ക് വെയിറ്റ് ഡെൻസിറ്റിന്റെ ഇക്വേഷൻ അറിയാം. വെയിറ്റ് ഓഫ് ലിക്വിഡ് ബൈ വോളിയം ഓഫ് ലിക്വിഡ് ആണ് അല്ലെ. സോ വാട്ട് ഈസ് വെയിറ്റ് ഓഫ് ലിക്വിഡ്? വെയിറ്റ് ഓഫ് ലിക്വിഡ് ഈസ് നത്തിങ് ബട്ട് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. വെയിറ്റിന്റെ സ്ഥാനത്ത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുത്തു, ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു വെയിറ്റ് ബൈ വോളിയം. സോ ആ വെയിറ്റിന്റെ സ്ഥാനത്ത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുത്തു, ഡിവൈഡഡ് ബൈ വോളിയം ചെയ്യുന്നു അല്ലെ. നൗ വാട്ട് ഈസ് മാസ് ഓഫ് ലിക്വിഡ് ബൈ വോളിയം ഓഫ് ലിക്വിഡ്? നോക്കിക്കേ, മാസ് ഓഫ് ലിക്വിഡ് ബൈ വോളിയം ഓഫ് ലിക്വിഡ് എന്താ? വേറൊന്നുമല്ല, ഡെൻസിറ്റി ആണ് അല്ലെ. സോ വാട്ട് ഈസ് സ്പെസിഫിക് വെയിറ്റ്? സ്പെസിഫിക് വെയിറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൻസിറ്റി ഇൻറ്റു ജി. ഇങ്ങനൊരു റിലേഷൻ ഉണ്ട് വെയിറ്റ് അല്ല, സ്പെസിഫിക് വെയിറ്റും അതായത് നമ്മുടെ വെയിറ്റ് ഡെൻസിറ്റിയും മാസ് ഡെൻസിറ്റിയും തമ്മിൽ. നമ്മൾ ആദ്യം പഠിച്ച രണ്ട് പ്രോപ്പർട്ടി തമ്മിലുള്ള റിലേഷൻ ആണ്. സോ മാസ് ഡെൻസിറ്റിനെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റ് ഡെൻസിറ്റി കിട്ടും. ഇതൊന്ന് ഓർത്തിരിക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ യൂഷ്വലി ഉപയോഗിക്കേണ്ട വരുന്ന ഒരു റിലേഷൻ ആണ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി. ജിന്റെ വാല്യൂ എത്ര? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ 9.81 മീറ്റർ പെർ സെക്കൻഡ് ആണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മൾ ഉപയോഗിക്കാം. ഇനി നമ്മൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ പറഞ്ഞതുപോലെ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ നോക്കാം. വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് നത്തിങ് ബട്ട് 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ജസ്റ്റ് നോക്കിക്കേ, 1000നെ 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്രയായി? സംതിങ് ലൈക്ക് 981 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അതാണ് നമ്മൾ 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് എടുത്ത്. ചില സമയത്ത് പ്രോബ്ലത്തിന് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ഒന്നും ഉപയോഗിക്കാറുണ്ട്. സോ ഇതാണ് ഡെൻസിറ്റിയും സ്പെസിഫിക് വെയിറ്റും. സോ ഡെൻസിറ്റി വാട്ടറിന് 1 gram per cc അല്ലെങ്കിൽ 1000 kg per meter cube ആണ്. വെയിറ്റ് ഡെൻസിറ്റി വരുമ്പോൾ അത് 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഈ രണ്ട് വാല്യൂസ് ഓർത്തിരിക്കുക. എന്താണ് ഇതിന്റെ ഇക്വേഷൻസ് എന്ന് ഓർത്തിരിക്കുക. സോ രണ്ട് പ്രോപ്പർട്ടി കഴിഞ്ഞു. നമ്മൾ മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലോട്ട് പോവാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ്സ്. സോ ഫസ്റ്റ് എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇപ്പോഴുണ്ടാവില്ല, സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെന്ന് വിചാരിക്കാം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലും ഒരു കുട്ടിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിനാണ് പഠിക്കുന്നത് വിചാരിക്കാം. അപ്പൊ നിങ്ങളൊരു പരീക്ഷ കഴിഞ്ഞ് ആൻസർ പേപ്പറും കൊണ്ട് വീട്ടിൽ ചെല്ലുന്നു. ആൻസർ പേപ്പർ കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ മിക്കവാറും എല്ലാ വീട്ടിലും ആദ്യം ചോദിക്കുന്നു അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് എത്ര മാർക്കായിരിക്കും. സോ അവന്റെ മാർക്ക് വെച്ചായിരിക്കും നമ്മളെ പിന്നെ കമ്പയർ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചേട്ടനുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളും നിങ്ങളുടെ ചേട്ടനും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്, ഒരേ ടീച്ചറാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാൻ സാധ്യതയുള്ള കാര്യമാണ്, നീ നിന്റെ ചേട്ടനെ പോലെ അല്ല, അല്ലെങ്കിൽ നിന്റെ ചേട്ടൻ നിന്നേക്കാൾ നല്ലതായിരുന്നു. സോ ഒരു സ്റ്റാൻഡേർഡായിട്ട് അവർ കമ്പയർ ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പൊ നമ്മൾ മാർക്ക് കൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ മാർക്ക് എത്രയെന്ന് അവർ അസസ് ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ ചേട്ടൻ പഠിച്ച കോളേജിൽ ആ പുള്ളിയുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു അതനുസരിച്ചാണ് നിങ്ങളുടെ ബിഹേവിയറിനെ മെഷർ ചെയ്യുന്നത്. സോ യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളും തമ്മിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് വെച്ച് എപ്പോഴും മെഷർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാറുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിനെ അസസ് ചെയ്യുക അല്ലെ. സോ ഒരു സാധനം ഇപ്പൊ നമ്മൾ ഒരു സാധനം വാങ്ങാൻ പോവാന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ ഓൺലൈനിലൊക്കെ ഒരുപാട് ഷോപ്പിംഗ് നടത്തുന്നു. ഓൺലൈനിൽ ഷോപ്പിംഗ് നടത്തുമ്പോൾ നമ്മൾ അതിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, കമ്പയർ അല്ലെ. ഒരു 2-3 സാധനങ്ങൾ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും വാങ്ങുക. ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ്, ഇപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഡെൻസിറ്റിന്റെ കേസ് എടുത്താൽ ഒരു മെറ്റീരിയൽ ഒരു ഡെൻസിറ്റി ഉണ്ട്. സോ ആ ഡെൻസിറ്റി ഓരോ മെറ്റീരിയലിനും പല ടൈപ്പ് ഡെൻസിറ്റി ഉണ്ട്. സോ അത് തമ്മിൽ എങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യും,
അതിനുള്ള വഴിയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡുമായിട്ട് എല്ലാ മെറ്റീരിയലിന്റെയും ഡെൻസിറ്റിനെ കമ്പയർ ചെയ്യുന്നു. ആ കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ ലിക്വിഡിന്റെ കേസിലാണ് ഡിസ്കസ് ചെയ്യുക. ലിക്വിഡിന്റെ കേസിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് മീഡിയം, അതായത് നമ്മുടെ അയൽപക്കത്തെ വീട്ടിലെ നമ്മുടെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഓക്കെ, സോ ലിക്വിഡിന്റെ കേസിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് മീഡിയം എന്ന് പറയുന്നത് വാട്ടർ ആണ്. സോ വാട്ടറുമായിട്ട് നമ്മുടെ എല്ലാ ലിക്വിഡ്സിന്റെയും നമ്മൾ ഡെൻസിറ്റി കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി കമ്പയർ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിന് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വിളിക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് എസ് എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് റെപ്രസെന്റഡ് ആസ് എസ്. സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി? സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് the ratio of weight density or density of a liquid to weight density or density of water. രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. weight density of liquid by weight density of water, അല്ലെങ്കിൽ mass density of liquid by mass density of water. അതായത് rho of liquid by rho of water, അല്ലെങ്കിൽ w of liquid by w of water. രണ്ട് ചെയ്താലും നമുക്ക് കിട്ടുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നെയാണ്. ഓക്കെ, സോ മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ weight density or density of liquid divided by weight density or density of water. നമ്മൾ weight density usually W എന്നാണ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ W liquid by W water, which is also is equal to rho of liquid by rho of water. സോ വാട്ടർ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ എന്തിനു കൺസിഡർ ചെയ്യുന്നു? ബാക്കി ലിക്വിഡ്സിന്റെ ഡെൻസിറ്റിനെ കമ്പയർ ചെയ്ത് ഒരു സ്കെയിലിലാക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുക. ഓക്കെ, ഇതിന് യൂണിറ്റ് ഉണ്ടോ നോക്കിക്കേ. മുകളിലും ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒരേ ക്വാണ്ടിറ്റി ആണ്. സോ ദർ ഈസ് നോ യൂണിറ്റ് ഫോർ സ്പെസിഫിക് ഗ്രാവിറ്റി. ഒരു വാല്യൂ മാത്രമേ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ 2-3 സ്റ്റാൻഡേർഡ് നമ്മൾ ഹൈഡ്രോളിക്സിൽ ത്രൂ ഔട്ട് ഉപയോഗിക്കാൻ പോകുന്ന രണ്ട് മെറ്റീരിയലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് നോക്കാം. സോ സപ്പോസ് വാട്ടർ ആണെങ്കിൽ റോ ഓഫ് വാട്ടർ ബൈ റോ ഓഫ് വാട്ടർ ആണ്. ഇപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ. സോ വാട്ടർ ഇറ്റ് ഈസ് 1. പിന്നെ നമ്മൾ ഹൈഡ്രോളിക്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെർക്കുറി ആണ്. മെർക്കുറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 13.6 ആണ്. സോ വാട്ടറിന്റെ 1 ആണ്, മെർക്കുറിന്റെ 13.6 ആണ്. ഇനി ഈ സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ ഒരു യൂസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു റോ ഓഫ് ലിക്വിഡ് ബൈ റോ ഓഫ് വാട്ടർ, അല്ലെങ്കിൽ W ഓഫ് ലിക്വിഡ് ബൈ W ഓഫ് വാട്ടർ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി W ഓഫ് വാട്ടർ അല്ലെങ്കിൽ റോ ഓഫ് വാട്ടറിന്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് സ്ലൈഡ് കണ്ടപ്പോൾ അവിടെ നിന്ന് മെമ്മറൈസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഡെൻസിറ്റി ആണെങ്കിൽ 1 gram per cc, വെയിറ്റ് ഡെൻസിറ്റി ആണെങ്കിൽ 9.81 kN/m³. നമുക്ക് ഈ വാല്യൂ അറിയാം. ഈ വാല്യൂ അറിയാം ഏതെങ്കിലും ഒരു മെറ്റീരിയലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇപ്പൊ മെർക്കുറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ആണെന്ന് അറിയാം. അതിൽ നിന്ന് നമുക്ക് ഡെൻസിറ്റി ഓഫ് മെർക്കുറി കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? യു ക്യാൻ യൂസ് S ഈസ് ഈക്വൽ ടു റോ ഓഫ് ലിക്വിഡ് ബൈ റോ ഓഫ് വാട്ടർ. ആ ലിക്വിഡിന്റെ സ്ഥാനത്ത് മെർക്കുറി ആക്കുക. അപ്പം 13.6 ഈസ് ഈക്വൽ ടു റോ ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ റോ ഓഫ് വാട്ടർ എത്രയാണ്? 1000. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് kg/m³ മെർക്കുറിന്റെ ഡെൻസിറ്റി കിട്ടും. സോ സ്പെസിഫിക് ഗ്രാവിറ്റിക്കുള്ള യൂസ് ഇതാണ്. നമ്മൾ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Thus, if you know the specific gravity of a liquid, you can find its density by just remembering the density of water. So ഇതിന്റെ ആപ്ലിക്കേഷൻ ഒന്ന് അറിയാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഹോംവർക്ക് ട്രൈ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സം ഓയിൽ ഈസ് 0.8, ഏതോ ഒരു ഓയിലാണ്, അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്. Now find out its weight density in kN/m³. യൂണിറ്റ് തന്നിട്ടുണ്ട് kN/m³. ആ kN/m³ ഈ ഓയിലിന്റെ വെയിറ്റ് ഡെൻസിറ്റി എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഈ പെർട്ടിക്കുലർ സെഷന്റെ നോട്ട്സ് സബ്മിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നു. സോ നമ്മൾ 3 പ്രോപ്പർട്ടി പറഞ്ഞു. ആദ്യം മാസ് ഡെൻസിറ്റി, രണ്ടാമത് വെയിറ്റ് ഡെൻസിറ്റി, മൂന്നാമത് സ്പെസിഫിക് ഗ്രാവിറ്റി. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ്സ്, ദാറ്റ് ഈസ് കൊഹഷൻ. നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, ഏതൊരു മെറ്റീരിയൽ എടുത്താലും ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സം മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ്. സോ ഏതൊരു വാട്ടർ എടുത്താൽ വാട്ടറിൽ കുറെ H2O അല്ലേ, കുറെ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കുറെ മോളിക്യൂൾസ് ഉണ്ട്. അതുപോലെ ലോകത്തിലുള്ള എല്ലാ മെറ്റീരിയൽസിനും കുറെ പാർട്ടിക്കിൾസ് അതിന്റെ ഉള്ളിലുണ്ട്. സോ ആ പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ച് അട്രാക്റ്റീവ് ഫോഴ്സസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ പാർട്ടിക്കിൾ ടു പാർട്ടിക്കിൾ അട്രാക്ഷൻ ഉണ്ട്.
ഒരേ മെറ്റീരിയലിന്റെ പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊഹഷൻ. സോ ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടറിന്റെ മോളിക്യൂൾസിൽ വാട്ടറിന്റെ ഉള്ളിൽ മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾ ടു മോളിക്യൂൾ അട്രാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കൊഹഷൻ. സോ കൊഹഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് സെയിം മെറ്റീരിയൽ. സോ നമ്മൾ ഹൈഡ്രോളിക്സിലോട്ട് വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് സെയിം ലിക്വിഡ്. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ചിത്രത്തിൽ ഒരു വാട്ടർ മോളിക്യൂൾ H2O, വേറൊരു വാട്ടർ മോളിക്യൂൾ H2O. സോ നമ്മൾ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിൽ പല മോളിക്യൂൾസ് ഉണ്ടാവും. ആ മോളിക്യൂൾസ് ടു മോളിക്യൂൾ അട്രാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ മോളിക്യൂൾ ടു വാട്ടർ മോളിക്യൂൾ അട്രാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊഹഷൻ. ഓക്കെ, ഓർത്തു വെക്കുക. ഏതൊരു മെറ്റീരിയൽ ആയാലും നമുക്കറിയാം H+O, OH- ഇതൊക്കെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അത് തമ്മിലുള്ള അട്രാക്ഷൻ കൊണ്ടുള്ള ബോണ്ട് കൊണ്ടാണ് H2O ഉണ്ടാകുന്നത്. സോ ഇതുപോലെ വേറൊരു H2O മോളിക്യൂൾ ആ വാട്ടർ, നമ്മളിപ്പം ഒരു കണ്ടെയ്നറിൽ വെള്ളം എടുത്ത കുറെ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ, ആ മോളിക്യൂൾ ടു മോളിക്യൂൾ അട്രാക്ഷൻ എപ്പോഴും ഉണ്ടാവും. ആ മോളിക്യൂൾ ടു മോളിക്യൂൾ അട്രാക്ഷൻ ഓഫ് സെയിം മെറ്റീരിയൽ ആണെങ്കിൽ, ഒരു സെയിം ലിക്വിഡിലുള്ള സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കൊഹഷൻ. ഇതിന്റെ തൊട്ടടുത്ത് വരുന്ന ടേമാണ് അഡ്ഹഷൻ എന്ന് പറയും. അഡഷൻ നമ്മൾ പറയും. നമ്മൾ പറഞ്ഞു സെയിം മെറ്റീരിയലിലെ, ഇപ്പൊ സെയിം ലിക്വിഡ് വാട്ടറിലെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനെ നമ്മൾ എന്ത് വിളിക്കും? കൊഹഷൻ എന്ന് പറയും. ഇതുപോലെ വാട്ടർ മോളിക്യൂൾസും വേറൊരു മെറ്റീരിയലിന്റെ മോളിക്യൂൾസും തമ്മിലുള്ള അട്രാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡഷൻ. സോ കൊഹഷൻ എന്ന് പറഞ്ഞാൽ സെയിം മെറ്റീരിയലിന്റെ സെയിം മോളിക്യൂൾസ് അല്ലെ. സോ വാട്ടർ മോളിക്യൂൾസ് ടു വാട്ടർ മോളിക്യൂൾസ് ആണ് കൊഹഷൻ. ഇനി വാട്ടർ മോളിക്യൂൾസ് ടു സം അതർ മോളിക്യൂൾസ്, ദാറ്റ് ഈസ് അഡഷൻ. സോ അഡഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. സോ ഏതെങ്കിലും രണ്ട് മെറ്റീരിയൽ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവയുടെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡഷൻ എന്ന് വിളിക്കുക. സോ കൊഹഷൻ ഈസ് ഓഫ് സെയിം മെറ്റീരിയൽ, അഡഷൻ ഈസ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ്. നമ്മൾ വാട്ടറിന്റെ കേസ് എടുത്താൽ, അതായത് ഹൈഡ്രോളിക്സിന്റെ കേസ് എടുത്താൽ, അതിന് മുന്നേ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ അല്ലെ, ഒരു ഇലേന്റെ മുകളിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കിടക്കുന്നു. അത് കിടക്കാനുള്ള കാരണം എന്താ? ഇലയിലെ മോളിക്യൂൾസും വാട്ടറിലെ മോളിക്യൂൾസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സസ് കൊണ്ടാണ് ഇങ്ങനെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നമുക്ക് ഇലേന്റെ മുകളിൽ കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് അഡഷൻ. സോ ദർ ഈസ് ആൻ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ബൗണ്ടറി അല്ലെ. ആ രണ്ട് തമ്മിലൊരു കോണ്ടാക്ട് സർഫസ് ഉണ്ട്. വാട്ടർ മോളിക്യൂളും ഇലയും തമ്മിലൊരു കോണ്ടാക്ട് സർഫസ് ഉണ്ട്. ആ കോണ്ടാക്ട് സർഫസ് വരുമ്പോൾ വാട്ടറിന്റെ മോളിക്യൂളും ഇലയിലെ മോളിക്യൂൾസും തമ്മിലുള്ള അട്രാക്ഷൻ നടക്കുന്നു. ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അഡഷൻ. ദ അതർ വൺ ഈസ് കൊഹഷൻ. സോ ഹൈഡ്രോളിക്സ്, attraction between the molecules of a liquid and the molecules of solid boundary in contact with the liquid. So നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ വെള്ളവും ആ ഗ്ലാസും തമ്മിലുള്ള അട്രാക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡഷൻ എന്ന് വിളിക്കുക. സോ കുറച്ചുകൂടി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. കൊഹഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ടു വാട്ടർ എക്സാം. നമ്മൾ വാട്ടറിന്റെ കേസ് മാത്രമായിട്ട് പറയുകയാണെങ്കിൽ കൊഹഷൻ ഈസ് വാട്ടർ ടു വാട്ടർ അട്രാക്ഷൻ. അതായത് ഒരേ വാട്ടർ സാമ്പിളിലെ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊഹഷൻ എന്ന് വിളിക്കുക. വെറസ് അഡഷൻ ഈസ് വാട്ടർ ടു അതർ മെറ്റീരിയൽ അട്രാക്ഷൻ. So if water is getting attracted to any molecule of the other material, we will call it as adhesion. So this is the difference between cohesion and adhesion. So നമ്മൾ 5 പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഈസ് സർഫസ് ടെൻഷൻ. ഇതിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ കേട്ടും കണ്ട് പരിചയമുള്ളത് തന്നെയാണ്. നമ്മളൊന്ന് റിവിഷൻ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. വാട്ട് ഈസ് സർഫസ് ടെൻഷൻ? സർഫേസ് ടെൻഷൻ അല്ലെ. സോ സർഫേസ് ടെൻഷൻ നമ്മളൊരു ഇമേജ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കുക. സോ ഇതൊരു വാട്ടർ ഒരു കണ്ടെയ്നറാണ്. കണ്ടെയ്നറിനുള്ളിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. വി ഹാവ് എ കണ്ടെയ്നർ ഫിൽഡ് വിത്ത് വാട്ടർ. സോ അതിൻ്റെ അകത്തുനിന്ന് പെർട്ടിക്കുലർ 3 ലൊക്കേഷനിലെ മോളിക്യൂൾസ് ഞാൻ എടുക്കുന്നു. ഓക്കെ, അതിനാണ് ഞാൻ എ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഈ 2 പൊസിഷനിൽ നമ്മൾ ഈ കാണുന്ന സെന്ററിലുള്ള മോളിക്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടോ, ഇതൊരു പൂ പോലെ ഉണ്ട്. പൂവിന്റെ നടുക്ക് കണ്ടോ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മോളിക്യൂൾ ഈ എല്ലാ കേസിലും. സോ ഈ 2 കേസും ഏകദേശം സിമിലർ ആണ്. അതുകൊണ്ടാണ് ഞാൻ എ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ കേസ് ബി. ഓക്കെ, നമുക്ക് ഇത് ഓരോന്നായിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. നൗ ടേക്ക് ദ കേസ് എ, മോളിക്യൂൾ എ. മോളിക്യൂൾ എന്റെ പ്രത്യേകത എന്താ? മോളിക്യൂൾ എ, ആ വെള്ളം നമ്മൾ എടുത്ത കണ്ടെയ്നറിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിന്റെ അകത്ത് ഇമ്മേഴ്സ്ഡ് ആയിരിക്കുന്ന ഒരു മോളിക്യൂൾ ആണ് അല്ലെ.
ലിക്വിഡ് മീഡിയത്തിന്റെ അകത്തുള്ള ഒരു മോളിക്യൂളാണ് മോളിക്യൂൾ എ. രണ്ട് കേസ് എടുത്താലും ഇനി നോക്കുക, ആ മോളിക്യൂളിന്റെ ചുറ്റും സോ വെള്ളത്തിന്റെ ഉള്ളില് എന്ന് വെച്ചാൽ ഈ സർഫസിലല്ല, വെള്ളത്തിന്റെ ഉള്ളിലൊരു മോളിക്യൂളാണ് അത്. അപ്പോൾ ആ വാട്ടർ മോളിക്യൂളിന്റെ ചുറ്റും എല്ലാ സൈഡിൽ നിന്നും വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ. വെള്ളത്തിന്റെ ഉള്ളിലുള്ള മോളിക്യൂൾ ആകുമ്പോൾ എല്ലാ സൈഡിൽ നിന്നും വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ജസ്റ്റ് മുന്നേ ഒരു പ്രോപ്പർട്ടി പഠിച്ചു, എന്തായിരുന്നു? കോഹഷൻ. കോഹഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ മോളിക്യൂൾ ടു വാട്ടർ മോളിക്യൂൾ അട്രാക്ഷൻ. സോ ഈ വാട്ടറിന്റെ ഉള്ളിലുള്ള whenever we are considering a molecule inside this water medium, it is surrounded by water molecules all around, and all these water molecules are exerting a cohesive force to this water molecule അല്ലെ. ഇതിന്റെ ചുറ്റുമുള്ള എല്ലാ വാട്ടർ മോളിക്യൂൾസും നമ്മുടെ സെന്ററിലുള്ള വാട്ടർ മോളിക്യൂളിലേക്ക് ഒരു കോഹസീവ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇക്വിലിബ്രിയത്തെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, എല്ലാ ഡയറക്ഷനിലും ഫോഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാ ഡയറക്ഷനിലും ഫോഴ്സ് ക്യാൻസൽ ആവും. അപ്പൊ ദർ ഇസ് നോ നെറ്റ് ഫോഴ്സ് ടു ദിസ് മോളിക്യൂൾ. സോ ഈ ഒരു പർട്ടിക്കുലർ മോളിക്യൂൾ എടുത്താൽ ആ മോളിക്യൂളിലെ എല്ലാ സൈഡിൽ നിന്നും ഈക്വൽ ആയിട്ട് കോഹസീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് അതെല്ലാം ക്യാൻസൽ ആയി പോകും. സോ നെറ്റ് ഫോഴ്സ് ഈസ് സീറോ. താഴോട്ടോ മുകളിലോട്ടോ നെറ്റ് ഫോഴ്സ് ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞാലും അത് തന്നെ. സോ if there is a molecule A which we are considering in the liquid medium, this molecule is surrounded by molecules from all around, and all these molecules are exerting equal cohesive force to it. So cohesive forces are all around and net force is zero. ഇനി നമ്മൾ ബി എന്ന് പറഞ്ഞ മോളിക്യൂൾ എടുക്കുന്നു. സോ ബി എന്ന് പറഞ്ഞ മോളിക്യൂൾ ഇതാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? നോക്കിക്കേ, ഈ ബി എന്ന് പറഞ്ഞ മോളിക്യൂളിന്റെ മുകളിൽ എയർ ആണ് അല്ലെ. ഏറ്റവും നമ്മൾ ഈ പറഞ്ഞ കണ്ടെയ്നറിലെ വെള്ളത്തിന്റെ ഏറ്റവും മുകളിലുള്ള ലെയറിൽ ഒരു മോളിക്യൂൾ ആണെന്ന് വിചാരിക്കാം. സോ അതിന്റെ ഒരു സൈഡിൽ എന്താണ്? എയർ ആണ്, ഒരു സൈഡിൽ വാട്ടർ ആണ്. അപ്പൊ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാട്ടറിൽ ഇരിക്കുന്ന ഭാഗത്ത് മാത്രമേ അതിനെ ചുറ്റിപ്പറ്റി വേറെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവൂ അല്ലെ. സോ വാട്ടറിലുള്ള ഒരു മോളിക്യൂള് അതിന്റെ ചുറ്റും വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവണമെങ്കിൽ അത് വാട്ടറിലുള്ള പോർഷനിൽ മാത്രം. അതാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. സോ ഈ ലൈനിലുള്ള ഒരു വാട്ടർ മോളിക്യൂളാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ അതിന്റെ താഴോട്ട് മാത്രമേ നമുക്ക് എന്തുള്ളൂ? വാട്ടർ മോളിക്യൂൾസ് സറൗണ്ട് ചെയ്യുന്നുള്ളൂ. സോ ഇതിനൊക്കെ കോഹസീവ് ഫോഴ്സ് ഉണ്ട്. പക്ഷെ നോക്കുക, ഈ ഡോട്ടഡ് ലൈനിൽ കാണുന്നത് അവിടെ ഇല്ലാത്ത വാട്ടർ മോളിക്യൂൾസ് ആണ് അല്ലെ. ഈ ഡോട്ടഡ് ആരോയും ഡോട്ടഡ് ലൈനും എന്ന് പറയുന്നത് അവിടെ ഇല്ലാത്ത വാട്ടർ മോളിക്യൂൾസ് ആണ്. സോ ഈ വാട്ടർ മോളിക്യൂളിന്റെ താഴോട്ട് എല്ലാ സൈഡിൽ നിന്നും ഇവർ പിടിച്ചു വലിക്കുന്നുണ്ട്. കോഹസീവ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിനെ കൗണ്ടറാക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒന്നും ഇല്ല. മനസ്സിലായല്ലോ? ഈ ഒരു എ എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ എ എന്ന് പറഞ്ഞ വാട്ടർ മോളിക്യൂളിന്റെ ചുറ്റും ഒരുപാട് വാട്ടർ മോളിക്യൂൾ ഉണ്ട് അല്ലെ. സോ അത് പുഷ് ചെയ്ത് എല്ലാ സൈഡിൽ നിന്നും ഈക്വൽ ആയിട്ട് അട്രാക്റ്റീവ് ഫോഴ്സസ് ഉണ്ട്. അതുകൊണ്ടാണ് നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് സീറോ ആവുന്നത്. പക്ഷെ നമ്മൾ സർഫസിലോട്ട് വരുമ്പോൾ ഈ സർഫസിന്റെ മുകളിൽ മൊത്തം എയർ ആണ്, വാട്ടർ മോളിക്യൂൾ ഒന്നും ഇല്ല. സോ ദർ ഈസ് നോ കോഹസീവ് അട്രാക്റ്റീവ് ഫോഴ്സ് ഫ്രം എബവ്. താഴെയുള്ള വാട്ടർ ഉള്ള ഏരിയയിൽ മാത്രമേ ചുറ്റും മോളിക്യൂൾസ് ഉള്ളൂ. സോ ദർ ഈസ് എ നെറ്റ് അൺബാലൻസ്ഡ് ഡൗൺവേർഡ് ഫോഴ്സ് അല്ലെ. സോ ഇതിന്റെ താഴോട്ട് ഈ മോളിക്യൂളിന് കോഹസീവ് ഡൗൺവേർഡ് ഫോഴ്സാ ഉള്ളത്. ആ എഫ് ആണ് ഇവിടെ കാണിക്കുന്നത്. സോ ദർ ഈസ് സം ഫോഴ്സ് ദാറ്റ് ഈസ് പുള്ളിങ് ദിസ് മോളിക്യൂൾ ഡൗൺവേർഡ്സ്. സോ ഈ സർഫസിൽ നമ്മൾ ഏതൊരു പോയിന്റ് എടുത്താലും അവിടേക്ക് എന്താ സംഭവിക്കുക? ഈ സർഫസിലെ ഏതൊരു മോളിക്യൂൾ എടുത്താലും അതിനെല്ലാം താഴോട്ട് പിടിച്ചു വലിക്കുന്ന രീതിയിൽ ഒരു കോഹസീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലെ. നെറ്റ് കോഹസീവ് ഫോഴ്സ് താഴോട്ടുണ്ടാവും. So if you take molecule B at the free surface, there is no attractive forces in the upward direction. So മുകളിലോട്ട് വലിക്കുന്ന രീതിയിൽ there is no cohesive force because it is in the air. So there is no water molecules അല്ലെ. So bottom line there are water molecules. So it is having a net downward force. So താഴോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു നെറ്റ് ഫോഴ്സ് കൊണ്ടാണ്. അതാണ് മോളിക്യൂൾ ബി. സോ നമ്മളിങ്ങനെ ഓരോ പാർട്ടിക്കിളും എടുത്താൽ ഈ സർഫസിലെ ഓരോ പാർട്ടിക്കിളും ഇങ്ങനെ പിടിച്ച് താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആലോചിച്ച് നോക്കി, ആ സർഫസിലെ ഓരോ സാധനങ്ങളെയും പിടിച്ച് താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ എൻ്റെ സർഫസ് വിൽ ബി ആക്ടിങ് ആസ് എ ടെൻഷൻ മെംബ്രെയിൻ. മനസ്സിലായോ? ഈ മുകളിലുള്ള പെർട്ടിക്കുലർ സർഫേസിലെ ഓരോ മോളിക്യൂളിലെയും പിടിച്ച് താഴോട്ട് വലിക്കുമ്പോൾ ആ എൻ്റയർ സർഫസിൽ താഴോട്ടൊരു ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. അപ്പൊ അത് വല്ലാതെ വലിയുന്ന ഒരു അവസ്ഥയിലായിരിക്കും ആ മുകളിലത്തെ സർഫസ് ഇരിക്കുക. അങ്ങനെയുള്ള അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സർഫേസ് ടെൻഷൻ. സോ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ടെൻസൈൽ ഫോഴ്സ്
that is acting on the surface of a liquid in contact with air or on the surface between two immiscible liquids such that the contact behaves as a membrane under tension. So നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ, അതായത് വാട്ടർ എയർ ഇന്റർഫേസ് ആണെങ്കിലും അല്ലെങ്കിൽ രണ്ട് പരസ്പരം കൂടിച്ചേരാത്ത, ഇപ്പൊ നമ്മൾ വെള്ളത്തിൻ്റെ അകത്ത് മണ്ണെണ്ണ വെച്ചാൽ എന്താ സംഭവിക്കുക, രണ്ടും തമ്മിൽ ഒരു ലെയർ ഇമ്മിസിബിൾ ലെയർ ഉണ്ടാവും അല്ലെ, രണ്ടായിട്ടാണ് കിടക്കുക. അതുപോലെ ഇങ്ങനെ രണ്ടും മിക്സപ്പ് ചെയ്യാത്ത രണ്ട് ലിക്വിഡുകളാണെങ്കിൽ അതിന്റെ ഇന്റർഫേസിൽ എന്താ സംഭവിക്കുന്നത്, ദർ ഈസ് ദിസ് പുള്ളിങ് ഡൗൺ ഹാപ്പനിങ്. സോ ആ ഒരു ഇന്റർഫേസിലെ ലെയറിലെ മൊത്തം മോളിക്യൂൾസും താഴോട്ട് വലിയുന്ന പോലെ ആയതുകൊണ്ട് അവിടെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും, മൊത്തത്തിൽ പിടിച്ച് വലിക്കുന്ന ഫീൽ ആയിരിക്കും. സോ ആ പെർട്ടിക്കുലർ ലെയറിൽ രൂപപ്പെടുന്ന ടെൻഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സർഫസ് ടെൻഷൻ. So we have studied three important properties now: cohesion, adhesion and surface tension. So surface tension യൂണിറ്റ് എന്ന് പറയുന്നത് it is Newton per meter. ഓർത്ത് വെക്കുക, സർഫസ് ടെൻഷന്റെ യൂണിറ്റ് Newton per meter ആണ്. ഇനി ഈ മൂന്ന് പ്രോപ്പർട്ടീസ്, കോഹഷൻ, അഡ്ഹഷൻ, സർഫസ് ടെൻഷൻ, ഈ മൂന്ന് പ്രോപ്പർട്ടീസും കൊണ്ടുണ്ടാകുന്ന വേറൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. ഇതാണ് പ്രോപ്പർട്ടി കാപ്പിലാരിറ്റി. ഓക്കെ, കാപ്പിലാരിറ്റിന്റെ ഡെഫിനിഷൻ തന്നെ നമുക്ക് ആദ്യം പറയാം. Capillarity എന്ന് പറഞ്ഞാൽ it is defined as a phenomenon of rise or fall of liquid on a tube relative to the adjacent level of liquid when the tube is held vertically in the liquid. കുറെ ലിക്വിഡ് ഒക്കെ കേട്ട് കൺഫ്യൂഷൻ ആയിരിക്കാം, നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം എന്താണ് കാപ്പിലറി റൈസ്. സോ നമ്മൾ ഒരു പെർട്ടിക്കുലർ കണ്ടെയ്നറിൽ വെള്ളം എടുത്തിട്ട് നമ്മളൊരു ട്യൂബ് എന്ന് വെച്ചാൽ ഉള്ളിൽ പൊള്ളയായിട്ടുള്ള ഒരു ട്യൂബ് നമ്മൾ അതിൻ്റെ അടുത്ത് ഇമ്മേഴ്സ് ചെയ്തു. ഓക്കെ, നമ്മളൊരു പെർട്ടിക്കുലർ വാട്ടർ ഗ്ലാസ്സിലെടുത്തു, അതിനുള്ളിലോട്ടൊരു ഗ്ലാസ് ട്യൂബ് ഇമ്മേഴ്സ് ചെയ്തു എന്ന് വിചാരിക്കാം. സോ ആ സമയത്ത് ചിലപ്പോൾ വെള്ളം മുകളിലോട്ട് കയറാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എം ടി ആയിട്ടുള്ള ഗ്ലാസ് ട്യൂബാണ് ഇടുന്നത് കേട്ടോ. എം ടി ആയിട്ടുള്ള ഗ്ലാസ് ട്യൂബ് ഇടുമ്പോൾ ചിലപ്പോൾ വെള്ളം മുകളിലോട്ട് കയറാം, ചിലപ്പോൾ വെള്ളം താഴോട്ട് പോവാം. ഇങ്ങനെ വെള്ളം മുകളിലോട്ട് കയറുന്നു അല്ലെങ്കിൽ താഴോട്ട് പോകുന്ന പ്രോപ്പർട്ടീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കാപ്പിലാരിറ്റി. സോ ഇഫ് ദ വാട്ടർ ഈസ് റൈസിങ് ഇൻ ദ ട്യൂബ്, it is known as capillary rise, and if the water is falling in the tube, it is capillary fall. So നമ്മൾ വാട്ടർ ലെവൽ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ ഗ്ലാസിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ, ഗ്ലാസ്സിൽ നമ്മളൊരു ലെവൽ വരെ വെള്ളം നിറച്ചിട്ടുണ്ടാവും, എന്നിട്ടാണ് ഈ ട്യൂബ് ഡിപ്പ് ചെയ്യുന്നത്. സോ വാട്ടർ ലെവലിനേക്കാൾ കൂടുതലാണ് ഈ ട്യൂബിൽ വാട്ടർ റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കാപ്പിലറി റൈസ് എന്ന് വിളിക്കും. വാട്ടർ ലെവലിനേക്കാൾ താഴെയാണ് ഈ വാട്ടർ ഈ ട്യൂബിലുള്ള വെള്ളം പോകുന്നെങ്കിൽ അതിനെ കാപ്പിലറി ഫാൾ എന്ന് പറയും. സോ നമ്മളൊരു ഇമേജ് വെച്ച് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇതാണ് കാപ്പിലറി റൈസ്, ഇതാണ് കാപ്പിലറി ഫാൾ. ഒന്നാമത്തേതിൽ ഒരു കണ്ടെയ്നറിൽ വെള്ളമാണ്. ഓക്കെ, ഒരു കണ്ടെയ്നറിൽ വെള്ളമാണ്, വെള്ളത്തിന്റെ അകത്തോട്ട് നമ്മളൊരു ഗ്ലാസ് ട്യൂബ് ഡിപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ എന്താ സംഭവിക്കുക, നമുക്കറിയാം വാട്ടർ ടു വാട്ടർ മോളിക്യൂൾ അഡ്ഹഷൻ ഉണ്ട്. സോ മുകളിൽ ഭയങ്കര സർഫസ് ടെൻഷനിൽ ഇരിക്കുന്ന ഒരു ലെയർ ഉണ്ട്, അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു ഗ്ലാസ് ഇട്ടിട്ട് മുക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും, ഈ വെള്ളം അതിൻ്റെ ഉള്ളിലോട്ട് കയറും. എന്തുകൊണ്ടായിരിക്കും കയറുക, നമുക്കറിയാം ഈ ഗ്ലാസും വാട്ടറും തമ്മിൽ വേറൊരു അട്രാക്ഷൻ ഉണ്ട്, അതിനെ നമ്മൾ എന്താ വിളിക്കുക, അഡ്ഹഷൻ എന്ന് വിളിക്കും. ഗ്ലാസും വാട്ടറും രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾസ് ആണ്. ഗ്ലാസും വാട്ടറും തമ്മിലുള്ള അട്രാക്ഷൻ ആണ് അഡ്ഹഷൻ. ഇനി വാട്ടറും തമ്മിലുള്ളതാണ് കോഹഷൻ. ഈ അഡ്ഹഷൻ ആണ് കൂടുതലെങ്കിൽ എന്താ സംഭവിക്കുക, അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലാസും വാട്ടറും തമ്മിൽ, വാട്ടർ ടു വാട്ടർ ആണ് കോഹഷൻ. സോ വാട്ടർ ടു വാട്ടർ അട്രാക്ഷനേക്കാൾ കൂടുതലാണ് വാട്ടർ ടു ഗ്ലാസ് എങ്കിൽ ഈ ഗ്ലാസ് ട്യൂബിലുള്ള വെള്ളം മുകളിലോട്ട് റൈസ് ചെയ്യും. മനസ്സിലായോ? നമ്മളൊരു ഗ്ലാസ് ട്യൂബിൽ വെള്ളം എടുത്തു എന്ന് വിചാരിച്ചു, വെള്ളത്തിൽ ഓൾറെഡി വാട്ടർ ടു വാട്ടർ അട്രാക്ഷൻ ഉണ്ട്, അതിനകത്തോട്ട് നമ്മൾ ഗ്ലാസ് ട്യൂബ് മുക്കുന്നു. ആ ഗ്ലാസ് ട്യൂബ് മുക്കുന്ന സമയത്ത് ഗ്ലാസ് ട്യൂബ് ടു വാട്ടർ അട്രാക്ഷൻ ഉണ്ട്, അതാണ് കോഹഷൻ, അഡ്ഹഷൻ. ഈ വാട്ടർ ടു ഗ്ലാസ് ട്യൂബ് അട്രാക്ഷൻ വാട്ടർ ടു വാട്ടർ അട്രാക്ഷനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും, വാട്ടർ വിൽ റൈസ് ഇൻ ദ ട്യൂബ്. ആ റൈസ് ചെയ്യുന്ന വാട്ടറിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കാപ്പിലറി റൈസ്. ഓക്കെ, ഇനി തിരിച്ചാന്ന് വിചാരിക്കാം. സോ നമുക്ക് വാട്ടർ ടു വാട്ടർ ആണ് കോഹഷൻ, വാട്ടർ ടു ഗ്ലാസ് ആണ് അഡ്ഹഷൻ. ഈ അഡ്ഹഷൻ ആണ് കുറവെങ്കിൽ, ഗ്ലാസ് ടു വാട്ടർ അട്രാക്ഷൻ ആണ് കുറവെങ്കിൽ എന്ത് സംഭവിക്കും, ഈ വാട്ടർ ലെവൽ താഴോട്ട് ഫാൾ ചെയ്യും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ വൺ ഈസ് കാപ്പിലറി റൈസ്, വൺ ഈസ് കാപ്പിലറി ഡിപ്രഷൻ ഓർ കാപ്പിലറി ഫോൾ. സോ ഇതിനെ നമ്മളൊരു ഇക്വേഷൻ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. ആ ഇക്വേഷൻ ഈസ് 4 sigma cos theta by rho gd. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, 4 sigma cos theta by rho gd, where h is the capillary rise or fall.
എച്ച് എന്ന് പറഞ്ഞാൽ റൈസ് ഓർ ഫാൾ ആണ് അല്ലെ, ഒരു ഹൈറ്റ് ആണ്. അപ്പൊ അതിനെ യൂഷ്വലി എന്ത് വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുക, മില്ലിമീറ്റർ ഓർ സെന്റിമീറ്റർ, നമ്മുടെ സാധാരണ ലെങ്ത്തിന്റെ യൂണിറ്റ് ആയിരിക്കും. ഇക്വേഷനിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് സർഫസും, ഇവിടെ നിങ്ങൾക്ക് കാണാം ലിക്വിഡ് സർഫസും നമ്മുടെ ഗ്ലാസ് ട്യൂബും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിലാണ് ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതിന് മെനിസ്കസ് എന്ന് വിളിക്കും. കണ്ടോ, ഈ വാട്ടർ ഇങ്ങനെ ഇരിക്കുക, ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, റെഡ് കണ്ടില്ലേ, അതിന് മെനിസ്കസ് എന്ന് വിളിക്കും. ഇത് മെനിസ്കസ്, ഒന്ന് അപ്വേർഡ് ആണ്, ഒന്ന് ഡൗൺവേർഡ് ആണ്. ഓക്കെ, സോ ആ ഒരു സാധനത്തിന്റെ ആംഗിള്, നമ്മുടെ ഗ്ലാസ് സർഫസ് ഉള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്. ജി നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഡി ഈസ് നത്തിങ് ബട്ട് ഡയമീറ്റർ ഓഫ് ദ ട്യൂബ്, നമ്മൾ മുക്കുന്ന ഗ്ലാസ് ട്യൂബിന്റെ ഡയമീറ്റർ ആണ്. സോ ഇതാണ് കാപ്പിലാരിറ്റി. സോ കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ട്യൂബ് മുക്കുമ്പോൾ കോഷനും അഡീഷനും കൊണ്ട് വാട്ടർ റൈസോ ഫാളോ ചെയ്യും ഈ ഗ്ലാസ് ട്യൂബിൽ. ആ പെർട്ടിക്കുലർ പ്രോപ്പർട്ടിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് കാപ്പിലാരിറ്റി. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി കംപ്രസിബിലിറ്റി ആണ്. നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ പഠിച്ച ഒരു മോഡുലസിന്റെ ഇൻവേഴ്സ് ആണ് ആക്ച്വലി. കംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താ? യൂഷ്വലി എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ നമ്മൾ കംപ്രസ് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ, സപ്പോസ് ഒരു സ്പോഞ്ച് എടുത്തിട്ട് ഞെക്കുക, അപ്പൊ അതിന് കംപ്രസിങ് ആണ് അല്ലെ. സോ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് ഫ്ലൂയിഡ്സ് അണ്ടർഗോ എ ചേഞ്ച് ഇൻ വോളിയം അണ്ടർ ദ ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ കംപ്രസീവ് ഫോഴ്സ്. നമ്മളൊരു ഫ്ലൂയിഡിൽ എക്സ്റ്റേണൽ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വോളിയം ചേഞ്ച് വരുന്ന പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? കംപ്രസിബിലിറ്റി എന്ന് വിളിക്കുക. സോ കംപ്രസിബിലിറ്റിയുടെ ഡെഫിനിഷൻ ഇതാണ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കംപ്രസ്, ഒരു നമ്മുടെ സ്പോഞ്ച് ബോളൊക്കെ ഇല്ലേ, സ്മൈലി ബോൾ, അതൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം തന്നെ. അതുപോലെ ഒരു ഫ്ലൂയിഡ് ആണെന്ന് വിചാരിക്കാം. സോ ഫ്ലൂയിഡ് ആണെങ്കിൽ ആ ഫ്ലൂയിഡിന് വരുന്ന ചേഞ്ചിനെ മെഷർ ചെയ്യുന്ന, നമ്മൾ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫ്ലൂയിഡിന് വരുന്ന ചേഞ്ചിനെ മെഷർ ചെയ്യുന്ന പ്രോപ്പർട്ടിക്കാണ് എന്ത് പറയാ? കംപ്രസിബിലിറ്റി എന്ന് പറയാം. മാത്തമാറ്റിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ TS പഠിച്ച ഒരു പെർട്ടിക്കുലർ മോഡുലസിന്റെ ഇൻവേഴ്സ് ആണ്. ആ മോഡുലസ് നിങ്ങൾക്കറിയാം, ബൾക്ക് modulus. So mathematically it is the reciprocal of bulk modulus K. So നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? Compressibility is equal to 1 by K. ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ ആണ് കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ബൾക്ക് മോഡുലസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ഇങ്ങനെ ഒരു ക്യൂബ് എടുത്ത് ആ ക്യൂബിന്റെ എല്ലാ സൈഡിൽ നിന്നും ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു, P. സോ ആ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ P by എപ്സിലോൺ V. എപ്സിലോൺ V എന്ന് പറഞ്ഞാൽ എന്താ? വോളിയോമെട്രിക് സ്ട്രെയിൻ അല്ലെ. ഡെൽറ്റ V by V, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും TS, അല്ലെങ്കിൽ ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കുക. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ P by എപ്സിലോൺ V ആണ്. P എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കംപ്രസീവ് പ്രഷർ, അതേ ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിൻ ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ ഡയമെൻഷൻ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സം ക്വാണ്ടിറ്റി ബൈ ദ ഒറിജിനൽ ക്വാണ്ടിറ്റി അല്ലെ. ഇവിടെ വോളിയോമെട്രിക് സ്ട്രെയിൻ ആകുമ്പോൾ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. സോ P by ഡെൽറ്റ V by V ആണ് ബൾക്ക് മോഡുലസ്. ആ ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. സോ യൂണിറ്റും അതുപോലെ തന്നെ. ഓക്കെ, നൗ the next important property that we are going to discuss is viscosity. നമുക്കറിയാം, ഒരു മെറ്റീരിയൽ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് നമ്മൾ ബ്രേക്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ആവുന്നത്? ദർ ഇസ് എ ഫ്രിക്ഷൻ ഹാപ്പനിങ് അല്ലെ. സോ മോഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് ഫിസിക്സിൽ പറയാം. അതുപോലെ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ലിക്വിഡിന്റെ പ്രോപ്പർട്ടി എന്താ? ഇറ്റ് ക്യാൻ ഫ്ലോ, ഒഴുകാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ ലിക്വിഡ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. സോ ലിക്വിഡിന്റെ ഫ്ലോയിനെ റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി, ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഈസ് നോൺ ആസ് വിസ്കോസിറ്റി. ഓർത്ത് വെക്കുക, റെസിസ്റ്റൻസ് ടു ഫ്ലോ ഈസ് വിസ്കോസിറ്റി. സോ വിസ്കോസിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്താൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് which offers resistance to the movement of one layer of fluid over the adjacent layer of fluids. നമുക്കറിയാം, ഒരു പുഴ എടുത്തു കഴിഞ്ഞാൽ ആ പുഴയിൽ പല പല ലെയർ ആയിട്ടാണ് വെള്ളം ഒഴുകുന്നത് അല്ലെ. അടി ഒഴുക്കുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അടിയിൽ കൂടുതൽ, മുകളിൽ താഴെ. സോ പല ലെയർ ആയിട്ടാണ് വെള്ളം ഒഴുകുന്നത്. സോ ഈച്ച് ലെയർ വിൽ ഹാവ് സം റെസിസ്റ്റൻസ് വിത്ത് ഈച്ച് അതർ. സോ ഒഴുകുന്ന ഓരോ ലെയറും തമ്മിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ ദാറ്റ് റെസിസ്റ്റൻസ് ആക്ടിങ് ബിറ്റ്വീൻ ലെയേഴ്സ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് ലിക്വിഡ്. സോ നമ്മുടെ ഒഴുക്കിന് എതിരായി ഈ ലെയേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്താണ്? വിസ്കോസിറ്റി. സോ വിസ്കോസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒഴുക്ക് കുറവായിരിക്കും അല്ലെ. വിസ്കോസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് അർത്ഥം, അപ്പോൾ ഒഴുക്ക് കുറവായിരിക്കും. സോ വിസ്കോസിറ്റി കുറഞ്ഞാൽ
ഒഴുക്ക് കൂടുതലായിരിക്കും. സോ മെറ്റീരിയലിന്റെ വിസ്കോസിറ്റി വെച്ച് അതിന്റെ ഫ്ലോ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കുറഞ്ഞ വിസ്കോസിറ്റി ഉള്ള മെറ്റീരിയൽ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സ് ആണ്. സോ കുറഞ്ഞ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡ്സിന് കൂടുതൽ ഒഴുകാൻ പറ്റും. കൂടുതൽ വിസ്കോസിറ്റി ഉള്ളത് വളരെ കുറച്ച് ഒഴുകുകയുള്ളൂ. നമ്മളിപ്പം തേനിന്റെയും വെള്ളത്തിന്റെയും എക്സാമ്പിൾ എടുത്താൽ മതി. വെള്ളം പെട്ടെന്ന് ഫ്ലോ ചെയ്യും, തേൻ വളരെ പതുക്കെ ഒഴുകുള്ളൂ അല്ലെ. നമ്മൾ സ്കൂളിലൊക്കെ കാണുന്ന എക്സ്പെരിമെന്റ് ആണ്. അതിന്റെ കാരണം എന്താ? തേനിന് വിസ്കോസിറ്റി കൂടുതലാണ്, വെള്ളത്തിന് കുറവാണ്. സോ ഇഫ് യു ടേക്ക് മെറ്റീരിയൽ ബൈ മെറ്റീരിയൽ, ഫ്ലോ ഓഫ് ഡിഫറെന്റ് ഫ്ലൂയിഡ്സ് ഈസ് ഡിഫറെന്റ് ആസ് ദർ വിസ്കോസിറ്റീസ് ആർ ഡിഫറെന്റ്. ഫ്ലോ ഡിഫറെന്റ് ആയിരിക്കും, വിസ്കോസിറ്റി ചേഞ്ച് വരുമ്പോൾ. ഈ ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് രണ്ട് ഫ്ലൂയിഡ്സ് ഒഴുകുന്നപ്പോഴാണ്. നൗ നെക്സ്റ്റ് കമ്മിങ് ടു ദ വിസ്കോസിറ്റിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ പറഞ്ഞത്. വിസ്കോസിറ്റിന്റെ ഡെഫിനിഷൻ മാത്രം നമുക്ക് പോരാ, നമുക്കൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വേണം അല്ലെ. സോ വിസ്കോസിറ്റിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് തരുന്ന ഒരു ലോ ഉണ്ട്, ദാറ്റ് ഈസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, വിസ്കോസിറ്റിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്ന ഈ ഒരു പെർട്ടിക്കുലർ ലോ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇതൊരു രണ്ട് പ്ലേറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു താഴെ ഒരു പ്ലേറ്റ് ഉണ്ട്, ഈ ഒരു ലൈൻ വേറൊരു പ്ലേറ്റ് ആണ്. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. താഴെ ഒരു പ്ലേറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് എ ബൗണ്ടറി. സോ മേലെ ഒരു വേറൊരു പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ഈ മേലത്തെ പ്ലേറ്റിന് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, മേലത്തെ പ്ലേറ്റിന് മൂവ് ചെയ്യാൻ പറ്റും. മേലത്തെ പ്ലേറ്റിന് മൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന്റെ താഴത്തെ വെള്ളത്തിന് മൂവ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ. മേലെ നിങ്ങളിപ്പോ ജസ്റ്റ് ഒരു കണ്ടെയ്നറിൽ വെള്ളം എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അങ്ങോട്ട് മൂവ് ചെയ്ത് അതിന്റെ താഴെയുള്ള വെള്ളം മൂവ് ചെയ്യില്ലേ, അത്രേ ഉള്ളൂ. സോ താഴെ ഒരു പ്ലേറ്റ് ഉണ്ട്, മേലെ ഒരു പ്ലേറ്റ് ഉണ്ട്. മേലത്തെ പ്ലേറ്റിന് മൂവ് ചെയ്യാൻ പറ്റും. ആ മേലത്തെ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? VP. ഓക്കെ, ഇനി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നമ്മള് ഈ ഒരു കണ്ടെയ്നറിൽ വെള്ളം എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യുന്ന സമയത്ത് ആ പ്ലേറ്റിന്റെ തൊട്ട് താഴെയുള്ള സാധനം, അതായത് വാട്ടർ ലെയർ, കൂടുതൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. അതിന് തൊട്ട് താഴെ കുറച്ചുകൂടെ കുറയും, തൊട്ട് താഴെ കുറച്ചുകൂടെ കുറയും. എന്നിട്ട് ഏറ്റവും അടിയിലെ സാധനം തീരെ മൂവ് ചെയ്യത്തില്ല അല്ലെ. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. നമ്മൾ മുകളിൽ മാത്രമേ ഈ പ്ലേറ്റ് കൊണ്ട് മൂവ് ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് ആ പ്ലേറ്റിന്റെ തൊട്ട് താഴെയുള്ളതായിരിക്കും കൂടുതൽ വെലോസിറ്റി മൂവ് ചെയ്യുക. അങ്ങനെ വെലോസിറ്റി കുറഞ്ഞ് 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 ഏറ്റവും അവസാനം 0 ആയിരിക്കും. സോ ആ വെലോസിറ്റി ചേഞ്ച് വരച്ചിരിക്കുന്ന ഒരു പച്ച ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ? ഈ വെലോസിറ്റി മുകളിലുള്ള പ്ലേറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ വെലോസിറ്റി. അത് കുറഞ്ഞ് 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 താഴെ എത്തും, ദാറ്റ് ഈസ് 0. ഈ ഒരു വെലോസിറ്റി ഡയഗ്രത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി പ്രൊഫൈൽ. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇതിന്റെ വെലോസിറ്റി കുറയാൻ കാരണം? ദർ ഇസ് എ ഷിയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വിസ്കോസിറ്റി അല്ലെ. ലെയർ ടു ലെയർ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ നമ്മൾ വിളിച്ച പേരാണ് ഷിയർ സ്ട്രെസ്. ഇവിടെ നമുക്കറിയാം ഓരോ വാട്ടർ ലെയറും പല ലെയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ദർ ഈസ് ഷിയർ സ്ട്രെസ് ദാറ്റ് ഈസ് ആക്ടിങ് ബിറ്റ്വീൻ ഈച്ച് ആൻഡ് എവറി ലെയർ. ഓക്കെ, അത് ഓർമ്മയിൽ വെക്കാം. ഇനി നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവാം. നമ്മൾ പറഞ്ഞ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി പ്രൊഫൈലിലെ 2 പോയിന്റ്സ് എടുക്കുന്നു. ഓക്കെ, സോ ഈ 2 ലെയർ തമ്മിലുള്ള ഡിഫറൻസ് dy ആണെന്ന് വിചാരിക്കാം. സോ y ആണ് നമ്മൾ 2 പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതിൽ ഈ 2 പെർട്ടിക്കുലർ വാട്ടർ ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് dy ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ഒരു പെർട്ടിക്കുലർ ലെയറിലെ വെലോസിറ്റി u ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ താഴത്തെ u ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മേലെ അതിന് കൂടുതലായിരിക്കുമല്ലോ അല്ലെ. നമ്മൾ പറഞ്ഞു പ്ലേറ്റിനോട് എടുക്കുമ്പോൾ വെലോസിറ്റി കൂടും, താഴോട്ട് വരുമ്പോൾ വെലോസിറ്റി കുറയും. അപ്പൊ ഇത് u ആണെങ്കിൽ ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ്. ആ ഗ്രേറ്റർ വാല്യൂവിനെ നമ്മൾ du എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ മുകളിലത്തെ വാല്യൂ എത്ര ആയിരിക്കും? u പ്ലസ് du. സോ dy എന്ന് പറയുന്ന ഡിസ്റ്റൻസിലുള്ള 2 വാട്ടർ ലെയർ തമ്മിലുള്ള വെലോസിറ്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് du ആണ്. താഴെ u ആണെങ്കിൽ മുകളിൽ u പ്ലസ് du ആയിരിക്കും. സോ ദർ ഈസ് എ ടേം കോൾഡ് വെലോസിറ്റി ഗ്രേഡിയന്റ്. വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വെലോസിറ്റി ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഈ ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് വെലോസിറ്റി ഗ്രേഡിയന്റ്, du ബൈ dy. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പൊ 2 പ്ലേറ്റ് ഉണ്ട്, 2 പ്ലേറ്റിൽ മുകളിലത്തെ പ്ലേറ്റിന് മൂവ് ചെയ്യാൻ പറ്റും. മുകളിലത്തെ പ്ലേറ്റ് മൂവ് ചെയ്യാൻ പറ്റുമ്പോൾ അതിന്റെ വെലോസിറ്റി ആയിരിക്കും തൊട്ട് താഴെയുള്ള വാട്ടർ ലെയറിന്. ആ വെലോസിറ്റി കുറഞ്ഞ് കുറഞ്ഞ് ഏറ്റവും അടിയിൽ എത്തുമ്പോൾ 0 ആവും. അതിൽ നമ്മൾ 2 ലെയർ ഇടുന്നു. ആ 2 ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് dy ആണ്. ആ 2 ലെയർ തമ്മിലുള്ള വെലോസിറ്റിന്റെ ഡിഫറൻസ് du ആണ്. സോ du ബൈ dy ആണ് എന്ത്? നമ്മുടെ വെലോസിറ്റി ഗ്രേഡിയന്റ്.
ഇനി there is a shear stress. There is always shear stress formed when one layer moves over the other. സോ ഇവിടെ പല ലെയർ തമ്മിലുള്ള മൂവ്മെന്റ് ഉണ്ടാവും, ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ആ ഷിയർ സ്ട്രെസ്സിനെ ടോ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. സോ ടോ ഉണ്ട് നമുക്ക് ഷിയർ സ്ട്രെസ്, അതുപോലെ വെലോസിറ്റി ഗ്രേഡിയന്റ് du/dy ഉണ്ട്. ഇനി എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി? Newton's law of viscosity states that shear stress is proportional to the change in velocity with respect to y. Change in velocity with respect to y എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ഷിയർ സ്ട്രെസ് ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു du/dy. ഷിയർ സ്ട്രെസ് ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു du/dy. അതായത് du/dy ആ വെലോസിറ്റി ഗ്രേഡിയന്റ് കൂടുന്നതിനനുസരിച്ച് ഷിയർ സ്ട്രെസ്സും കൂടും. ഇതാണ് അതിന്റെ മീനിങ്. സോ യൂഷ്വലി നമ്മൾ സാധാരണ മാത്സ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ സാധാരണ ചെയ്യുക? നമ്മൾ ഹുക്സ് ലോയിൽ പറഞ്ഞു സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, അല്ലെ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ നമ്മൾ എന്ത് ചെയ്തു? മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു du/dy. അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടി നമ്മൾ പുതിയൊരു ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് മ്യൂ. ഓക്കെ, സോ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. Shear stress tau is equal to a factor mu, a constant mu into the velocity gradient. ഈ പർട്ടിക്കുലർ മ്യൂ എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വിസ്കോസിറ്റി, അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി ഓർ സിംപ്ലി വിസ്കോസിറ്റി. സോ മ്യൂ is coefficient of dynamic viscosity or dynamic viscosity, or simply we can say viscosity. So Newton's law of viscosity ഇതായിരുന്നു, ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു du/dy. അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ഓർ സിംപ്ലി വിസ്കോസിറ്റി. നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു വെലോസിറ്റി ഗ്രേഡിയന്റ്. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി, അല്ലെ? ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഈസ് ഈക്വൽ ടു du/dy. So ratio of shear stress to velocity gradient on dynamic viscosity, that is τ/du/dy. ഇക്വേഷൻ ഓർത്തിരിക്കുക. എന്താണ് ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് ഓർത്തിരിക്കുക. സോ വിസ്കോസിറ്റി ബേസിക്കലി ഈസ് നത്തിങ് ബട്ട് ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ. അതിന് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഈ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതിനേക്കാൾ രണ്ട് റെപ്രസെന്റേഷൻ ഉണ്ട്. അതിലൊന്നാണ് ഡൈനാമിക് വിസ്കോസിറ്റി. ആ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. ഇറ്റ് ഈസ് ടോ ഡിവൈഡഡ് ബൈ du/dy. ഇനി അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ സെക്കൻഡ്സ് ഓർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ സെക്കൻഡ്സ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ്, അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ് ആണ് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ യൂണിറ്റ്. ഇനി CGS യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് പോയ്സ് ഓർ ഡൈൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓർത്ത് വെച്ചാൽ മതി, ചിലപ്പോൾ പ്രോബ്ലംസിൽ കൺവേർഷൻ ഒക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ 3 യൂണിറ്റ് എഴുതിയിരിക്കുന്നത്. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ സെക്കൻഡ് ഓർ പാസ്കൽ സെക്കൻഡ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പാസ്കൽ. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ് ഓർ പാസ്കൽ സെക്കൻഡ്. CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പോയ്സ് ഓർ ഡൈൻ സെന്റിമീറ്റർ സ്ക്വയർ സെക്കൻഡ്. ഇങ്ങനെ 1 പോയ്സ് എന്ന് പറഞ്ഞാൽ 0.1 പാസ്കൽ സെക്കൻഡ് ആണ്. ഇതാണ് കൺവേർഷൻ. 1 പോയ്സ് ഈസ് ഈക്വൽ ടു 0.1 പാസ്കൽ സെക്കൻഡ്, അല്ലെങ്കിൽ 1 ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.1 പാസ്കൽ സെക്കൻഡ്. സോ ഓർത്തിരിക്കുക, ഇതാണ് ഡൈനാമിക് വിസ്കോസിറ്റി. ഇതുപോലെ വിസ്കോസിറ്റിനെ നമ്മൾ വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, ദാറ്റ് ഈസ് കൈനമാറ്റിക് വിസ്കോസിറ്റി. സോ വിസ്കോസിറ്റി ക്യാൻ ബി ഡൈനാമിക് വിസ്കോസിറ്റി ഓർ കൈനമാറ്റിക് വിസ്കോസിറ്റി. നൗ കൈനമാറ്റിക് വിസ്കോസിറ്റി ഇസ് ദ റേഷ്യോ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. നമ്മൾ ഈ പറഞ്ഞ ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കൈനമാറ്റിക് വിസ്കോസിറ്റി കിട്ടും. സോ ന്യൂ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഈ സിമ്പിൾ ന്യൂ ആണ്. ന്യൂ ഈസ് ഈക്വൽ ടു മ്യൂ ബൈ റോ. അതായത് കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ്. ഇതിന്റെ SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. CGS യൂണിറ്റ് സ്റ്റോക്സ് ആണ്. സോ സ്റ്റോക്സ്, ബെൻ സ്റ്റോക്സിന് ഓർത്താൽ മതി. സോ SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. CGS യൂണിറ്റ് സ്റ്റോക്സ് ആണ്. 1 സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇതാണ് ഡൈനാമിക് വിസ്കോസിറ്റിയും കൈനമാറ്റിക് വിസ്കോസിറ്റി തമ്മിലുള്ള ഡിഫറൻസ്. സോ ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ റോ ആണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. അതിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഓർ സ്റ്റോക്സ്. അതിന്റെ കൺവേർഷൻ നിങ്ങൾ കണ്ടു. 1 സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സോ സെന്റിമീറ്റർ സ്ക്വയറിന് മീറ്റർ സ്ക്വയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് SI യൂണിറ്റ് കിട്ടും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വിസ്കോസിറ്റി.
Next, our last property that we are going to discuss is vapor pressure. So vapor pressure നമ്മളൊരു ഫിഗർ വെച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വേപ്പർ പ്രഷർ ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം വേപ്പർ കൊണ്ടുണ്ടാകുന്ന പ്രഷർ. വേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു ലിക്വിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇവാപ്പറേഷൻ സംഭവിക്കും അല്ലെ? ഇവാപ്പറേഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് വേപ്പർ. സോ ആ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേപ്പർ പ്രഷർ എന്ന് വിളിക്കുക. നമ്മൾ ഒരു 3 ഫിഗർ കാണുന്നുണ്ട് ഇവിടെ. സോ ഈ ഫിഗറിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പെർട്ടിക്കുലർ കണ്ടെയ്നർ എടുക്കുന്നു, ആ കണ്ടെയ്നറിൽ വാട്ടർ ഫില്ല് ചെയ്യുന്നു. ഒരു കണ്ടെയ്നർ എടുക്കുന്നു, ആ കണ്ടെയ്നറിൽ വാട്ടർ ഫില്ല് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അതിന് ചൂടാക്കുകയാണ്. സോ കണ്ടെയ്നർ എടുത്തു, വാട്ടർ എടുത്തു, അതിന് ചൂടാക്കുന്നു. വെള്ളം ചൂടാക്കിയാൽ അതിനെന്താ സംഭവിക്കുക? അതിനുള്ള പാർട്ടിക്കിൾസ് പതുക്കെ പതുക്കെ അകലാൻ തുടങ്ങും. അകന്ന് അത് അവസാനം ഇവാപ്പറേറ്റ് ചെയ്യും അല്ലെ? എല്ലാ ലിക്വിഡ്സിനും ഇവാപ്പറേറ്റ് ചെയ്യും, എല്ലാ ഫ്ലൂയിഡ്സിനും ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ അത് ഇവാപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവാപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അതിലെ മോളിക്യൂൾസ് പുറത്തോട്ട് പോകുന്നു. സോ ഇഫ് യു ആർ ടേക്കിംഗ് ഫിഗർ 1, what is happening there? We are taking liquid in a closed container and we are heating it, then it will undergo evaporation. So what is evaporation? When evaporation takes place, some molecules escape out of the liquid surface. So ഈ ലിക്വിഡിന്റെ സർഫസിലുള്ള കുറച്ച് മോളിക്യൂൾസ് പുറത്തോട്ട് ചാടുന്നു. ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ഫ്രം ലിക്വിഡ് ടു ഗ്യാസ് അല്ലെ? സോ ക്ലോസ്ഡ് കണ്ടെയ്നർ ആണ്, അതിനെ നമ്മൾ ചൂടാക്കുന്നു. ചൂടാക്കുന്ന സമയത്ത് ലിക്വിഡിന്റെ സർഫസിലുള്ള മോളിക്യൂൾസ് പുറത്തോട്ട് എസ്കേപ്പ് ആവുന്നു. ഓക്കെ, ആ എസ്കേപ്പ് ആവുന്ന സാധനങ്ങൾ എന്തായി? ഓൾറെഡി ഗ്യാസ് ആയി, ഗ്യാസ് മോളിക്യൂൾസ് ആണ്. സോ ആ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം കൂടെ എവിടെയാ ഉള്ളത്? ഇപ്പം ആ വാട്ടറിന്റെ സർഫസിന്റെയും, ഇതാണ് വാട്ടർ സർഫസ്, ആ വാട്ടർ സർഫസിന്റെയും മുകളിലുള്ള ലിഡിന്റെ ഇടയ്ക്കായിരിക്കും ഈ പാർട്ടിക്കിൾസ് ഉള്ളത്. സോ സം മോളിക്യൂൾസ് എസ്കേപ്പ് ഔട്ട് ഓഫ് ദ ലിക്വിഡ് സർഫസ് ആൻഡ് ഫിൽസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ലിക്വിഡ് സർഫസ് ആൻഡ് ദ lid. That is happening in the first figure. Now coming to the second figure, that is our vapor pressure. So നമ്മളിങ്ങനെ പറഞ്ഞു ഈ വാട്ടർ മോളിക്യൂൾസ് എസ്കേപ്പ് ആവും. ഇങ്ങനെ എസ്കേപ്പ് ആയി അത് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പേസിൽ. മോളിക്യൂൾസ് ഗ്യാസ് മോളിക്യൂൾസ് ആണ് അല്ലെ? ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ് ആവും. സോ ഇറ്റ് ഈസ് gaseous molecules. These gaseous molecules are applying some pressure to this liquid surface again. സോ ആ രണ്ട് ഗ്യാപ്പിനിടയ്ക്ക് ഈ എസ്കേപ്പ് ചെയ്യുന്ന മോളിക്യൂൾസ് എല്ലാം കൂടി ഫില്ല് ചെയ്ത് നമ്മുടെ ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാട്ടർ സർഫസിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വേപ്പർ പ്രഷർ. The pressure that the accumulated vapor molecules exert on the liquid surface is the vapor pressure. ഇത്രയുള്ള വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് മോളിക്യൂൾസ് എസ്കേപ്പ് ഔട്ട് ആവും. ആ എസ്കേപ്പ് ഔട്ട് ആയിട്ട് ഈ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിന്റെ ഗ്യാപ്പിലാണ് അത് ഫില്ല് ചെയ്യുന്നത്. അതായത് അതിന്റെ ലിഡും വാട്ടർ സർഫസും തമ്മിലുള്ള ഗ്യാപ്പിൽ. സോ ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ അതൊരു പ്രഷർ വാട്ടർ സർഫസിൽ അപ്ലൈ ചെയ്യും. ആ പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേപ്പർ പ്രഷർ. ഇങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഈ എസ്കേപ്പ് ഔട്ടായി പോയ സാധനങ്ങൾ ഈ പ്രഷർ കൊണ്ട് പിന്നെയും തിരിച്ച് വാട്ടറിലോട്ട് വരും. ഓക്കെ, സോ ഇൻ ഫിഗർ 3 വാട്ട് യു സീ ഈസ് ദ പ്രഷർ ഇൻക്രീസസ് ആൻഡ് ദെൻ ദ മോളിക്യൂൾസ് സ്റ്റാർട്ട് ടു റീഇന്റർ ഇൻ ടു ദ ലിക്വിഡ്. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്. സോ വേപ്പർ പ്രഷർ എന്താണെന്ന് ഓർത്തിരിക്കുക. സോ ദീസ് ആർ ദ 10 പ്രോപ്പർട്ടീസ് ദാറ്റ് വി ആർ സ്റ്റഡിങ് ഇൻ ഹൈഡ്രോളിക്സ് ആസ് എ ബേസിക്. സോ നമ്മൾ ഡെൻസിറ്റി തൊട്ട് വേപ്പർ പ്രഷർ വരെ ഒരു 10 പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ 10 എണ്ണം കേട്ടിട്ട് എല്ലാം കൂടെ കൊളമായിട്ടുണ്ടാവും. ജസ്റ്റ് റിവൈസ് ഇറ്റ്. പല ടൈമിലായിട്ട് ഓരോരോ പാർട്ടായിട്ട് കേൾക്കുക. Then you will understand what are these properties, and in the next class we will be discussing about the most important part of hydraulics, that is pressure. So എന്താണ് പ്രഷർ, പ്രഷറിനെ റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസ്കൽസ് ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. So we will see in the next class. Bye.